السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. വാക്കുകൾ എങ്ങനെ ഇനം തിരിക്കും? ഇപ്പോൾ ഏത് വാക്കെടുത്താലും അതൊന്നുകിൽ അക്ഷരമായിരിക്കും, അല്ലെങ്കിൽ നാമമായിരിക്കും, അല്ലെങ്കിൽ ക്രിയയായിരിക്കും. ഒന്നുകിൽ ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നൗണായിരിക്കും, അല്ലെങ്കിൽ വേർബായിരിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതൊരു പ്രവൃത്തിയാണ്, ക്രിയയാണ്, വേർബാണ്. ബില്ലാഹി, അള്ളാഹുവിനോട്. ബ ഒരു അക്ഷരാണ്, ബി. അള്ളാഹ് എന്നത് നാമമാണ്. മിൻ അക്ഷരാണ്. ഷെയ്ത്താൻ എന്നത് നാമമാണ്. റജീം എന്നതും നാമമാണ്. ശപിക്കപ്പെട്ടവൻ, ശപിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ നാമമാണ് ശപിക്കപ്പെട്ടവൻ എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നാമമാണ്, ക്രിയയിൽ നിന്നുണ്ടായതാണെങ്കിലും നാമമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മൂന്നാക്കി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെ പറയും? ഉദാഹരണത്തിന് സ്വന്തമായിട്ട് അർത്ഥമില്ല, സ്വന്തമായി അർത്ഥമില്ല, അതിന് നമുക്ക് ലെറ്റർ എന്ന് പറയാം. ബി എന്ന് അള്ളാഹുവിനോട് എന്നാകാം. കതബ്തു ബിൽ ഖലം, ഞാൻ പേന കൊണ്ടെഴുതി. അതേപോലെ തന്നെ അത് നമ്മൾ പരിഭാഷപ്പെടുത്തുന്ന ഭാഷ അനുസരിച്ചും അത് ചേരുന്നതിനനുസരിച്ചൊക്കെ ഓട്, കൊണ്ട് എന്നൊക്കെ ആയിട്ട് മാറും. മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പറയും ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓക്കെ, എന്താണെങ്കിലും അത് സ്വന്തമായിട്ട് അർത്ഥമില്ല, മറിച്ച് ചേരുമ്പോഴാണ് അർത്ഥം. വേറൊരു വാക്കിനോട് ചേരുമ്പോഴാണ് അർത്ഥം വരിക. ജ വന്നു എന്നർത്ഥം, മസ്ജിദ് പള്ളി എന്നർത്ഥം. ജ സെയ്ദുൻ ഇലൽ മസ്ജിദ് എന്നതിൽ സെയ്ദ് പള്ളിയിലേക്ക് വന്നു. അങ്ങനെ ചേരുമ്പോഴല്ലാതെ വെറും ഇല എന്ന് പറഞ്ഞാൽ ഒരർത്ഥവും കിട്ടുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതിന് ഹർഫ് എന്ന് പറയും. സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, പക്ഷേ ത്രികാലങ്ങളിൽ ഒന്നുമായിട്ടും ബന്ധമില്ല. ത്രികാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, മാളി, ഹാൽ, മുസ്തഖ്ബൽ, ഭൂതം, വർത്തമാനം, ഭാവി. നമ്മൾ അറബിയിൽ ഹാലിനെയും മുസ്തഖ്ബലിനെയും ചേർത്തിട്ട്, പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും കൂടെ ചേർത്തിട്ട് നമുക്ക് മുളാരി എന്ന് പറയാം. മുളാരി എന്ന് പറയുമ്പോൾ അത് ഹാലാകാം, മുസ്തഖ്ബലാകാം, പ്രസൻ്റ് ആകാം, ഫ്യൂച്ചർ ആകാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് അമീൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡ്രൈവർ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഇന്ന്, ഇന്നലെ, വന്നു, പോയി, അങ്ങനെയൊന്നും അർത്ഥമില്ല. അപ്പോൾ സ്വന്തമായി അർത്ഥമില്ലെങ്കിൽ ഹർഫ്. സ്വന്തമായി അർത്ഥമുണ്ട്, ത്രികാലങ്ങളിൽ ഒന്നുമായി ബന്ധമില്ല, അത് നൗണാണ്. സ്വന്തമായി അർത്ഥമുണ്ട്, കാലത്തിൽ ഒന്നുമായി ബന്ധമുണ്ടെങ്കിൽ അത് ഫിഅലായിരിക്കും. വന്നു, വരും, വരൂ, വരരുത്. ഒന്നുകിൽ കഴിഞ്ഞ കാര്യം പറയുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം പറയുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നു. അപ്പം ഏതെങ്കിലും കാലവുമായിട്ട് അതിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ചെയ്യരുത്, ഭാവിയിൽ അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഇതിന് ഫിഅൽ എന്ന് പറയും. അപ്പോൾ ഈ ചാർട്ടിൽ ഉദാഹരണം തരുമ്പോൾ നമ്മൾ വ്യത്യസ്ത ഇനങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നൗൺ എന്ന് പറയുമ്പം വ്യക്തിനാമങ്ങളുണ്ട്. സൽമാൻ അത് ഒരാൾക്ക് വെച്ച പേരാണ്. എന്നാൽ ഇൻസാൻ അത് വർഗനാമമാണ്. ഇസ്മുൽ ജിൻസാണ്, വർഗനാമമുണ്ട്. അലം വ്യക്തിനാമമുണ്ട്. ഇനി സംഘനാമങ്ങളുണ്ട്. ബഹുവചനത്തിനാണ് അത് പറയുക തന്നെ. ബഹുവചനം എന്നതിന് പറയാൻ കഴിയില്ല. ഏകവചനം, ബഹുവചനം അങ്ങനെ രണ്ട് വാക്കില്ല, മറിച്ച് ഒരു സംഘത്തിനാണ് അത് പറയുക. ഇപ്പോൾ ഇംഗ്ലീഷിൽ ബഞ്ച് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്കിന് ഗ്രൂപ്പ്സ് എന്ന ബഹുവചനമുണ്ടെങ്കിലും ഗ്രൂപ്പ് എന്ന വാക്ക് ഒരു സംഘത്തിനാണ് പറയാം. അന്നാസ് ജനങ്ങൾ, അതൊരു ഇസ്മാണ്. അന്നാസ് ജനം, കുറേ ആളുകൾ ചേർന്നിട്ടാണ് പറയാം. അപ്പം അങ്ങനത്തെ സംഘനാമങ്ങളുണ്ട്. വർഗനാമമുണ്ട്. വർഗനാമം എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യർക്കല്ല മനുഷ്യൻ എന്നറിയാം. ഒരു മനുഷ്യനെ പറ്റി അൽ ഇൻസാൻ എന്ന് പറയാം. അർ റജുൽ, ജ അർ റജുൽ, ആ മനുഷ്യൻ വന്നു, ആ വ്യക്തി വന്നു. അപ്പോൾ അത് ഒരാളെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം, ആ വർഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം. വ്യക്തിനാമങ്ങൾ സൽമാനൊക്കെ പോലെ. ക്രിയകളിൽ ദഹബ പോയി, പാസ്റ്റാണ്. യൻസുറു സഹായിക്കും, പ്രസൻ്റാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറാണ്, മുലാരിയാണ്. ഉക്തുബ് അമ്രാണ്, എഴുതൂ, കൽപ്പനയാണ്. ലാ തക്രഹ്, നീ വെറുക്കരുത്, നിരോധനാജ്ഞയാണ്. ഹർഫുകളിൽ ഫി, ബി, ലി എന്ന ഉദാഹരണം കൊടുത്തു. അപ്പോൾ ഇത് ഒന്നാമത്തെ ചെറിയ പാഠം. വേർഡ്സിനെ, വാക്കുകളെ നമ്മൾ അക്ഷരങ്ങൾ, ക്രിയകൾ, നാമങ്ങൾ, കലിമത്തുകളെ നമ്മൾ ഹർഫുകൾ, ഇസ്മുകൾ, ഫിഅലുകൾ. വേർഡ്സിനെ നമ്മൾ ലെറ്റേഴ്സ്, വേർബ്സ്, നൗൺസ്, ഈ മൂന്ന് രീതിയിൽ ഇനം തിരിക്കും. ഓക്കെ, ഒരു പാഠം കഴിഞ്ഞു.